ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കായ പയർ മെഴുക്കുവരട്ടിയാണ്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ കൊത്തി ചേർത്ത് കൊടുക്കാം. ഇവിടെ തേങ്ങ പാതി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 150 ഗ്രാം ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 3 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോളയൊക്കെ വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കിലോ അച്ചിങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മസാലയുമായി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക്
അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അച്ചിങ്ങ ഇവിടെ പാതി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ഏത്തക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ അച്ചിങ്ങയും കായും ഒക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കായ പയർ മെഴുകുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്